ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മൂന്നാമത്തെ ദിവസത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ രണ്ടാമത് നോമ്പായപ്പോഴത്തേന് എനിക്ക് പനി പിടിച്ചു. അപ്പോൾ പിന്നെ ഒക്കെ സിമ്പിളാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ആദ്യം തന്നെ കിച്ചണിലേക്ക് വന്നപ്പോൾ ഞാൻ ദോശക്കുള്ള മാവ് അരച്ച് വെച്ചിരുന്നു. അത് പൊങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ അത്യാവശ്യമൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അത് കറിയായിട്ട് ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഒരു 5 കോഴിമുട്ട നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ഇതിൻ്റെ ഒപ്പം വേവിച്ചെടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും, സമയവും ലാഭമാണ്. അപ്പോൾ പിന്നെ ഈ മുട്ട വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴിമുട്ടയാണ്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ അത് എൻ്റെ കൂടെ ഇന്ന് ഒരാളും കൂടെ ഉണ്ട്. പനി ആയതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ അധികം പണിയൊന്നുമില്ല. അപ്പോൾ മൂപ്പർക്ക് ഇന്ന് കട്ട് ചെയ്യണം, തക്കാളി കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആളെന്നെ പോയി തക്കാളിയൊക്കെ കഴുകി കട്ടിംഗ് ബോർഡൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ നോക്കണുണ്ട് കയ്യുമ്പോൾ തട്ടണുണ്ടോ എന്നൊക്കെ ഉള്ളത്. എന്നാലും ആൾക്ക് വയ്ക്കണ പോലെയൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കറിക്കുള്ള സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ നടുകേറിയത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി വെച്ചിട്ട് ഇത് കറിക്കുള്ളതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രൂട്ട്സ് ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് ഉള്ളി ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ആ സമയം കൊണ്ട് വേവിക്കാൻ വെച്ചിട്ടുള്ള മുട്ടയും ഗ്രേ പീസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുട്ട ഇതുപോലെ അതിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒരു പച്ചവെള്ളത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തൊലി അടർത്തി കിട്ടാൻ നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ അത് ഗ്രീൻ പീസ് ഒന്ന് വെന്തോന്ന് നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. പിന്നെ ആ സമയം കൊണ്ട് തന്നെ പിന്നെ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസിൻ്റെ വേവിച്ച് വെച്ചിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില അതിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഇതാ കുറച്ച് തേങ്ങ വറുത്തരച്ചതും കൂടെ ഇതിലേക്ക് അരച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കിടിലൻ ടേസ്റ്റുള്ള നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് ദോശ ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ ഓയിലൊക്കെ ബ്രഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇത് ഞാൻ ബോട്ടിലൊക്കെ കഴുകുന്ന സമയത്ത് കഴുകി വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക. ഇനി ഇതൊന്ന് പ്രസ് ചെയ്താൽ ഈ ഓയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരും. എന്നിട്ട് നമുക്കിത് ബ്രഷ് ചെയ്തെടുക്കാം. പിന്നെ സിൽക്കൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഉരുകി പോകുകയൊന്നും ചെയ്യൂല. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ പ്രോഡക്റ്റാണ്. ഇനി ഇത് നമുക്ക് ദോശ ചുടാൻ തുടങ്ങാം. അപ്പോൾ കുറച്ച് ഓയിലൊക്കെ എല്ലാ ഭാഗത്തും ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചട്ടിയിൽ ഞാനിപ്പോൾ കുറച്ചായിക്കോണം ദോശയൊക്കെ ചുട്ടിട്ട്. അപ്പോൾ 2-3 ദോശയൊക്കെ ഏതായാലും ഒന്ന് അടി പിടിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ഒന്ന് ഓയിലൊക്കെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ദോശമാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലുള്ള മാവാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ദോശ ഇതുപോലെ ഒന്ന് ചുട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഫസ്റ്റത്തെ തന്നെ ഫ്ലോപ്പായിരുന്നു, തീരെ കിട്ടിയില്ല. അപ്പോൾ ദോശ അടി പിടിക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു ഉള്ളിയുടെ ചെറിയ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ
എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മയപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. പിന്നെ ഇതില്ലെങ്കിൽ നമുക്ക് കോഴിമുട്ട ഉണ്ടെങ്കിൽ കോഴിമുട്ട ഒന്ന് പൊരിച്ചെടുത്താലും ചട്ടി നന്നായിട്ട് മയപ്പെട്ട് കിട്ടും. ഇനി ഇതാ ഓയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അത് നല്ല ഈസി ആയിട്ട് ദോശ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ദോശ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ദോശ ഇങ്ങനെ ഓരോന്നായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാനിത് കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പ്ലേറ്റിൽ തന്നെയാണ് എല്ലാ ഫ്രൂട്ട്സും സെറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അധികം പ്ലേറ്റ് ഒന്നും കഴുകേണ്ടി വരില്ല. ഈ ഒരു പ്ലേറ്റിൽ തന്നെ ഇപ്പോൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജോലി എടുക്കണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇങ്ങനെ എണ്ണക്കടി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലൊക്കെ ഒരു പ്ലേറ്റിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഫ്രൂട്ടായിട്ട് പപ്പായയും തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് 3 കാരക്കയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രൂട്ടിൻ്റെ സെക്ഷൻ ഇവിടെ കഴിഞ്ഞ്. അപ്പോൾ ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി ഇതാ സ്നാക്സ് ആയിട്ട് ഞാനിന്ന് ഉണ്ടാക്കുന്നത് മുട്ട ബജിയാണ്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ബാറ്ററൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുട്ടയൊക്കെ ഇതുപോലെ നടുകീറി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാവിൽ മുക്കിയിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ആ സമയത്തിന് നമ്മളെ ദോശയൊക്കെ എല്ലാതും ചുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അവിടെ അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ബജിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് മിൻറ്റ് ലൈം അടിച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കാനും സമയം കിട്ടിയില്ല. പിന്നെ അതിലേക്ക് കുറച്ച് കസ്കസും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാൻ നേരമായി. അപ്പോൾ ഫ്രൂട്ടൊക്കെ ടേബിളിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മുട്ട ബജിയും വെള്ളമൊക്കെ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ട് ബാങ്ക് കൊടുക്കണ കാത്തിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.